ഓവർ വെയിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം പല രാജ്യങ്ങളിലും ഒരു എപ്പിഡമിക് ആയിട്ടുള്ള ഒരു സാംക്രമിക രോഗം പോലെയാണ് ഇതിപ്പോൾ കാണപ്പെടുന്നത്. ജീവിതശൈലി കൊണ്ടും കൃത്യമായിട്ടുള്ള ആഹാര രീതികൾ ഇല്ലാത്തത് കൊണ്ടും വ്യായാമങ്ങളും പ്രോപ്പറായിട്ടുള്ള യോഗ കാര്യങ്ങളും അവർ ഫോളോ ചെയ്യാത്തത് കൊണ്ടും ഒക്കെ എല്ലാവരിലും ഇപ്പം ഓവർ വെയിറ്റ് അല്ലെങ്കിൽ എക്സസ് വെയിറ്റ് കാണപ്പെടുന്നുണ്ട്. പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം, അതിന്റെ ഭാഗമായിട്ട് അവർ പെട്ടെന്ന് ഡയറ്റും വർക്കൗട്ടും ഒക്കെ ചെയ്യുമ്പോൾ അതിനൊരു ചിലപ്പോൾ റിസൾട്ട് വരണമെന്നില്ല. കാരണം നമ്മൾ നേരത്തെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതശൈലിയിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം നമ്മുടെ ശരീരം അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പം ഇങ്ങനെ ഒരു അസുഖം വന്ന ഒരാൾക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം സ്ലീപ്പ് ആപ്പ് മെഷീൻസ് ആണ്. അതെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നിടത്തെല്ലാം ഈ മെഷീനും കൊണ്ട് നടക്കുക. സഞ്ജീവനത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് ഗസ്റ്റിന്റെ BMI ബേസിലാണ് നമ്മൾ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നത്. നമ്മൾ വരുന്ന ഗസ്റ്റുകൾ ഇപ്പോൾ ഒരു 21 ഡേയ്സ് പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒരു 3 മന്ത്സിലേക്ക് അവരെ മോണിറ്റർ ചെയ്യപ്പെടുക എന്നുള്ളൊരു സിസ്റ്റം നമ്മളിവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. നമസ്തേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമിതവണ്ണവും ആയുർവേദ ചികിത്സയും. അതിനെപ്പറ്റി നമ്മളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സഞ്ജീവനം ആയുർവേദ ഹോസ്പിറ്റലിന്റെ പഞ്ചകർമ്മ വെൽനസ് ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആയ രാഹുൽ സാറാണ്. നമസ്തേ സർ. നമസ്തേ. അമിതവണ്ണത്തിന് നമ്മുടെ ആയുർവേദത്തിൽ എങ്ങനെയുള്ള ചികിത്സകളാണ് നമ്മൾ പൊതുവെ ഉണ്ടാവാറ്? അമിതവണ്ണം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അമിതമായിട്ടുള്ളൊരു കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയാണ് അമിതവണ്ണം എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ ഇതിനെ സ്ഥൗല്യ ചികിത്സ എന്നാണ് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത്. സ്ഥൗല്യ ചികിത്സ ആണെന്ന് ദുർമേധസ് കൂടുതലായിട്ട് ശരീരത്ത് അടിഞ്ഞുകൂടുന്നൊരവസ്ഥയാണ് സ്ഥൗല്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അലോപ്പതിയിൽ ഇതിനെ നമ്മൾ BMIയുടെ അടിസ്ഥാനത്തിലാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 25 വരെയുള്ള ഒരു BMI നമുക്കൊരു ശരീരത്തിനുള്ളതെങ്കിൽ അതൊരു ഹെൽത്തി ബോഡി വെയിറ്റ് ആണ് നമ്മൾ കാണപ്പെടുന്നത്. അതിന് മുകളിലോട്ടുള്ളത് ഒബീസ് എന്നും അതിന് മുകളിൽ എക്സസീവായിട്ടുള്ള ഒബീസിറ്റി ആയിട്ട് നമ്മൾ ഓവർ വെയിറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന BMIയുടെ ലെവൽ അനുസരിച്ചായിരിക്കും നമ്മുടെ ചികിത്സാ രീതികളും മറ്റും നമ്മൾ നടപ്പാക്കുന്നത് പല രോഗികളിലും. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു കണ്ടീഷൻ ഓവർ വെയിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം പല രാജ്യങ്ങളിലും ഒരു എപ്പിഡമിക് ആയിട്ടുള്ള ഒരു സാംക്രമിക രോഗം പോലെയാണ് ഇതിപ്പോൾ കാണപ്പെടുന്നത്. എല്ലാവരിലും ഇത് നമുക്ക് കാണപ്പെടുന്നുണ്ട്, മനസ്സിലായോ? ജീവിതശൈലി കൊണ്ടും കൃത്യമായിട്ടുള്ള ആഹാര രീതികൾ ഇല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ വ്യായാമങ്ങളും പ്രോപ്പറായിട്ടുള്ള യോഗ കാര്യങ്ങളും അവർ ഫോളോ ചെയ്യാത്തത് കൊണ്ടുമൊക്കെ എല്ലാവരിലും ഇപ്പം ഒരു ഓവർ വെയിറ്റ് അല്ലെങ്കിൽ എക്സസ് വെയിറ്റ് കാണപ്പെടുന്നുണ്ട്. അതൊരു സാംക്രമിക രോഗം പോലെ എല്ലാവരിലും കാണപ്പെടുന്ന വിഷയമാണ്. അപ്പം സ്ത്രീകളും പുരുഷന്മാരും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 പുരുഷന്മാരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6-7 പേരിൽ അതിനകത്ത് ഒബീസാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പലരും ചോദിക്കും, നമ്മളിലേക്ക് വരുന്ന ഒരു ഗസ്റ്റ് ഇപ്പം പലപ്പോഴും നമ്മളോട് പറയുന്ന ഒരു വെയിറ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഗസ്റ്റ് നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡോക്ടർ, ഞാൻ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഡയറ്റ് എടുക്കുന്നു അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നു, എനിക്ക് അതിനകത്തൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവുന്നില്ല എന്നുള്ള ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് നമ്മളൊരു ഒരു 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 ജീവിതശൈലിയിൽ കൂടെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം, എന്തെങ്കിലും ഒരു അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം എന്ന് തോന്നുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ പെട്ടെന്ന് ഡയറ്റും ഒരു എക്സസൈസും ഒക്കെ ചെയ്യും, വർക്കൗട്ടും ഒക്കെ ചെയ്യുമ്പോൾ അതിനൊരു ചിലപ്പോൾ റിസൾട്ട് വരണമെന്നില്ല. കാരണം നമ്മൾ നേരത്തെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതശൈലിയിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം നമ്മുടെ ശരീരം അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സോ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആയുർവേദ ചികിത്സകളായിട്ടുള്ള നമ്മുടെ പഞ്ചകർമ്മ തെറാപ്പികളിലൂടെയൊക്കെ കടന്നു പോകുന്നത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകാറുണ്ട്. അതിന് നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് റിഡക്ഷൻ എടുത്ത് കുറച്ച് കൊണ്ടുവന്ന് ഒരു പുതിയൊരു ജീവിതശൈലിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ നമുക്ക് വെയിറ്റ് ക്രമേണ, ഞാൻ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്ന കാര്യമല്ല പറയുന്നത്, ആയുർവേദത്തിൽ എപ്പോഴും ഒരു ക്രമേണ രീതിയിൽ നമുക്കതിനെ വെയിറ്റ് കുറച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. സർ, അപ്പോൾ നമുക്ക് ഈ അമിതവണ്ണം കാരണം നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയായിരിക്കും? അമിതവണ്ണം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ സംബന്ധിച്ച് ഇപ്പോൾ റീസെൻ്റായിട്ട് കുറേ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കണ്ടീഷനാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന കാര്യങ്ങൾ. സ്ലീപ്പ് അപ്നിയ, ഫാറ്റി ലിവർ, ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ ഒരുപാട് കണ്ടീഷൻ, കൊളസ്ട്രോളൊക്കെ വരുന്നുണ്ട്. പക്ഷേ റീസെൻ്റായിട്ട് നമുക്ക് കൂടുതലായിട്ടും കാണപ്പെടുന്ന 2 കണ്ടീഷനിൽ ഫാറ്റി ലിവറും ഉണ്ട്, സ്ലീപ്പ് അപ്നിയ ഇഷ്യൂസും ഡയബറ്റിക്കുമാണ് മെയിനായിട്ട് എനിക്ക് കാണപ്പെടുന്ന കൂടുതൽ അസുഖങ്ങൾ. സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞ വിഷയം തന്നെ നമുക്കറിയാം. സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങുമ്പോൾ നമ്മുടെ ഉറക്കം വിട്ടുപോകുന്നു, ഉറക്കം കട്ടാവുന്നു. കാരണം ഈ നമ്മുടെ തൊണ്ടയിലൊക്കെ ഫാറ്റ് സെറ്റിലായിട്ട് നമ്മുടെ ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയും ശ്വാസം കിട്ടാതെ നമ്മൾ ഞെട്ടി ഉണരുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. അമിതവണ്ണം കാരണം ഉണ്ടാകുന്നൊരു കണ്ടീഷനാണത്. സോ അതിനെ നമുക്ക് കൃത്യമായിട്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് വെയിറ്റ് റിഡക്ഷൻ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വെയിറ്റ് റിഡക്ഷൻ ചെയ്താൽ മാത്രമേ ആ ഫാറ്റ് സെറ്റിൽമെൻറ്റ് മാറി നമുക്ക് സുഖമായിട്ടൊരു ഉറക്കത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോഴതുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒരു സ്ലീപ്പ് ആപ്പ് മെഷീൻസ്, ഇപ്പം ഇങ്ങനെ ഒരു അസുഖം വന്ന ഒരാൾക്ക് നമ്മൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം സ്ലീപ്പ് ആപ്പ് മെഷീൻസ് ആണ്. അതെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നിടത്തെല്ലാം ഈ മെഷീനും കൊണ്ട് നടക്കുക. മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. അപ്പം
ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ജീവിത ശൈലിയിൽ നമ്മളൊരു മെഷീനും കൊണ്ട് നടക്കുക. നമ്മൾ ഏത് സ്ഥലത്ത് പോകണമെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ്റെ ആവശ്യകത ഇല്ലാതെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം നമ്മുടെ ഉറക്കത്തെ പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അത് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ ഇങ്ങനെ ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഉറങ്ങുന്നത്. അതുപോലെ തന്നെയാണ് ഫാറ്റി ലിവറും. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സസ് ഫാറ്റ് നമ്മുടെ ലിവറിൽ സെറ്റിൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വേറെയാണ്. അതുപോലെ അസോസിയേറ്റഡ് ഡയബറ്റിക് ഇഷ്യൂസ് ഉണ്ടാകാം, ഹൈപ്പർ ടെൻഷൻ ഇഷ്യൂസ് ഉണ്ടാകാം. അങ്ങനെയുള്ള പല കണ്ടീഷൻസും ഈ ഒരു വെയിറ്റ് ഗെയിൻ കാരണം നമുക്കുണ്ടാകുന്ന അസുഖങ്ങളാണ്. പലപ്പോഴും നമ്മുടെ ഒരു പ്രായവും കൂടി ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്കൊരു 60 വയസ്സായി, നമുക്ക് നല്ല ഭാരമുണ്ട്, എന്തായിരിക്കും ബുദ്ധിമുട്ടുണ്ടാകുക? മുട്ട് തേയ്മാനം, നടുവിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, തമ്മി കൂടുതലല്ലേ, തമ്മി നല്ല രീതിയിൽ നിൽക്കുമ്പോൾ ലോവർ ബാക്കിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ലംബാർ സിസ്റ്റത്തിൽ ലംബാർ വെർട്ടബ്രയിൽ ഉണ്ടാകുന്ന ഡിസ്ക് ബൾജ്, കംപ്രഷൻ, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത് ടമ്മി വയറിൽ അമിതമായിട്ട് സെൻട്രൽ ഒബീസിറ്റി എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കും ഈ സൗത്ത് ഇന്ത്യയിൽ കാണുന്ന ഒരു ഭാഗത്തിൽ കാണുന്നതാണ് ടമ്മി. അത് എക്സസീവായിട്ടുള്ള ഫാറ്റ് വയറിൽ സെൻട്രൽ ഒബീസിറ്റി കൂടി അതിന് ഭാഗമായിട്ട് നടുവിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഇത് നമ്മുടെ എല്ലാവരിലും കാണപ്പെടുന്ന ഒരു വിഷയം, നമ്മുടെ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാണപ്പെടുന്നൊരു കണ്ടീഷനാണ്. അതുപോലെ തന്നെയാണ് മുട്ടുവേദന അമിതഭാരം, ഇത്രയും നമ്മുടെ ശരീരഭാരം ഉള്ളപ്പോൾ മുട്ടിനുണ്ടാകുന്ന സ്ട്രെയിൻ കാരണം മുട്ടിന് തേയ്മാനങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, നമ്മളൊരു നേരത്തെ ഒരു കാലഘട്ടത്തിൽ അത് ചികിത്സിച്ചില്ല എങ്കിൽ, ഇതിനെ അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ, ഒരു 60-ാമത്തെ വയസ്സിൽ നമുക്ക് വെയിറ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് ചെല്ലുന്നത് എന്തുമേ ബുദ്ധിമുട്ടുണ്ടാക്കും. മുട്ടുവേദന ഉള്ള ഒരാൾ വെയിറ്റ് റിഡക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നടക്കുകയോ എക്സസൈസോ ചെയ്യാതെ പറ്റത്തില്ല. ആ മുട്ടുവേദന ഉള്ള ഒരു വ്യക്തി വെയിറ്റ് ലോസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. സോ അത് നേരത്തെ കണ്ട് അതിനനുസരിച്ചുള്ള ചികിത്സാ രീതികളും വെയിറ്റ് റിഡക്ഷൻ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ നേരത്തെ എടുത്ത് വെയിറ്റിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയ ഉപാധി. സർ, നമ്മുടെ സഞ്ജീവനത്തിൽ നമ്മൾ എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ഈ ഒബിസിറ്റിക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എത്ര ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യാറ്? സഞ്ജീവനത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് ഗസ്റ്റിൻ്റെ BMI ബേസിലാണ് നമ്മൾ ഗസ്റ്റിന് ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അസോസിയേറ്റഡ് എന്തെങ്കിലും കണ്ടീഷൻസ് കൊണ്ടോ നമ്മൾ തിരക്കാറുണ്ട്. കാരണം എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനെയും കൂടെ ക്യൂർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോളാണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടത്. മിക്കപ്പോഴും നമ്മൾ 14 ദിവസത്തെ പ്രോഗ്രാമുകളാണ് മിക്കപ്പോഴും വെയിറ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ട് ഗസ്റ്റുകൾക്ക് നമ്മൾ കൊടുക്കാറുള്ളത്, ബേസിക് ആയിട്ടുള്ളത്. അത് BMI കൂടുന്നതനുസരിച്ച് 30 മേളിൽ BMI വരുന്നവർക്കൊക്കെ ആണെങ്കിൽ, നമ്മൾ 100 kg 100 kg എബോവ് വരുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് 21 to 24 ഡേയ്സിലേക്കൊക്കെ പോകും. ചിലർ 35 above to 40 വരെ വരുന്നുണ്ട്. 40 BMI എന്ന് പറയുമ്പോൾ 160 kgs ഒക്കെയാണ്. നമുക്ക് പ്രത്യേകിച്ച് അറബ്സൊക്കെ വരുന്നത് 165 ആണ്, kgs ഒക്കെ ഉള്ള അറബ്സാണ് നമുക്ക് വരുന്നത്. അങ്ങനെയുള്ളവർ നമ്മൾ 2-3 months ഒക്കെ നമ്മുടെ കൂടെ ഇവിടെ സ്റ്റേ ചെയ്ത് അവരുടെ ഒരു കണ്ടീഷൻ കുറയ്ക്കുന്നവരെ നമ്മുടെ കൂടെ നിൽക്കും, ഒരു നല്ല റിഡക്ഷൻ ഉണ്ടാകുന്നവരെ. നമുക്ക് അങ്ങനെ ഒരുപാട് റിഡക്ഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു റിസർച്ച് ഡേറ്റ തന്നെ അതിൻ്റെ ഉണ്ട്, വെയിറ്റ് ലോസിൻ്റെ ഒരു ഡീറ്റെയിൽ ഡേറ്റ തന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് ഈ വെയിറ്റ് റിഡക്ഷന് വേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റായിട്ട് അതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതിനെ ഒരു അസുഖം നമുക്കുണ്ടെങ്കിൽ മറ്റുള്ള അസുഖത്തിൻ്റെ കൂട്ടല്ല. വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും മടിയിലേക്ക് പോവാം. കുറച്ച് നാൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ, നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ മടി പിടിക്കാനും അത് വീണ്ടും ബ്രേക്ക് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ചാൻസസ് ഉണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വരുന്ന ഗസ്റ്റുകൾ ഇപ്പോൾ ഒരു 21 days പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒരു 3 monthsലേക്ക് അവരെ മോണിറ്റർ ചെയ്യപ്പെടുക എന്നുള്ളൊരു സിസ്റ്റം നമ്മളിവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട് അവരുടെ ഡെയിലി റൊട്ടീനായിട്ടുള്ള വാക്കിംഗ് സ്റ്റെപ്പുകൾ നമുക്ക് അയച്ചു തരാനായിട്ട്. അപ്പോൾ ഇത്ര സ്റ്റെപ്പുകൾ നമ്മൾ പറയും, 10,000 to 12,000 നിങ്ങൾ ഒരു ദിവസം കവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളവരെ ഇൻഫോം ചെയ്യും. അപ്പോൾ അവർ നമുക്കൊരു റിപ്പോർട്ടിംഗ് നമ്മളെ ഒരു പേഴ്സണായിട്ട് കണ്ടിട്ട് അവരുടെ കാര്യങ്ങൾ ഒരു ആഴ്ചയിലുള്ള റിപ്പോർട്ട് നമുക്ക് അയച്ചു തരുമ്പോൾ അവരും നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരതിനെ ഫോളോ അപ്പ് ചെയ്യും നല്ല രീതിയിൽ. അത് അങ്ങനെയാണ് പൂർണ്ണമായിട്ടും നമുക്കൊരു സ്റ്റേബിൾ BMIയിലോട്ട് നമുക്ക് വരാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമ്മളിതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലമേറ്ററി റിഡക്ഷൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു മെറ്റബോളിസം കറക്ഷൻ. നമുക്കിതറിയാം, ഒരു ഫാറ്റ് മെറ്റബോളിസത്തിൻ്റെ എററാണ് വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ നമുക്കറിയാം. അതിനെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ മെറ്റബോളിസത്തിനെ കറക്റ്റ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും തന്നെ ആ ചികിത്സാ രീതി പൂർണ്ണമാകില്ല. പുറമേ തുറച്ചെടുക്കാൻ പറ്റുന്നൊരു കണ്ടീഷനല്ല വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇത് ഇൻറ്റേർണലി കറക്ഷൻ വേണ്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് വെയിറ്റ് ലോസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പൂർണ്ണമായിട്ട് അതിന് ശേഷം നമ്മൾ ഉദ്വർത്തനം പോലുള്ള ട്രീറ്റ്മെൻറ്റ് രീതികളിലേക്ക് നമ്മൾ കടക്കാറുണ്ട്. ഉദ്വർത്തനം എന്ന് പറയുന്നത് നമ്മൾ പൗഡർ മസാജസ്, നമ്മൾ നോർമലി ആയുർവേദത്തിൽ
മസാജസ് എന്ന് കേൾക്കുമ്പോൾ ഓയിൽ വെച്ചുള്ള മസാജസ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ ഉദ്വർത്തനം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ കിടക്കും. ഉദ്വർത്തനം എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റിലേക്ക് കിടക്കാറുണ്ട്. ഉദ്വർത്തനം എന്ന് പറയുന്നത് പൊടികൾ വെച്ചുള്ള, അതായത് നമ്മുടെ ഹെർബൽ ചൂർണ്ണങ്ങൾ വെച്ചിട്ടുള്ള മസാജിനെയാണ് ഉദ്വർത്തനം എന്ന് പറയുന്നത്. മറ്റുള്ള ചികിത്സകൾ അനുലോമനമായിട്ട്, അതായത് നമ്മൾ അനുലോമനമായിട്ട് ചെയ്യുമ്പോൾ അത് പ്രതിലോമനമായിട്ട് അത് തിരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റിൽ നമ്മുടെ ആ ഒരു ഫാറ്റ് ഡൈല്യൂട്ട് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് അവിടെ നടപ്പാക്കി വരുന്നത്. അതുപോലെ തന്നെ വസ്തികൾ, കഷായ വസ്തികൾ, വിരേചനങ്ങൾ എന്നീ ട്രീറ്റ്മെൻറ്റുകളിലൂടെയാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത്. ഇത് അസോസിയേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചില ഗസ്റ്റുകൾക്ക് നമ്മൾക്ക് ഒരിക്കലും ആഹാരം കൊണ്ട് മാത്രം അമിതവണ്ണം വന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? അവർ ചിലപ്പം ഹോർമോണൽ ഇഷ്യൂസ് ആകാം, ജനറ്റിക് ആയിട്ടുണ്ടാകാം, ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാകാം. അതുപോലെ തന്നെ ചില മെഡിസിൻസിന്റെ സൈഡ് എഫക്ട്സ് ആകാം. ഇതെന്താണെന്ന് കണ്ടുപിടിച്ച് അതിനും കൂടെ അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ നമ്മൾ കൊടുത്താൽ മാത്രമേ അതിന് ട്രീറ്റ്മെന്റ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇപ്പോൾ PCOD ഉള്ളൊരു കുട്ടി അല്ലെങ്കിൽ ഒരു ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളൊരു കുട്ടി, ഒരു ആൾക്ക് വെയിറ്റ് ഉണ്ടാവും. ആ വെയിറ്റിന് അതിനനുസരിച്ചുള്ള പ്രോട്ടോകോൾ കൂടെ നമ്മൾ അവിടെ കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. എന്നാൽ മാത്രമേ ഇതിനൊരു പൂർണ്ണമായിട്ടും നമുക്ക് ഒരു റിസൾട്ടിലേക്ക് വരാൻ ചാൻസ് ഉള്ളൂ. സർ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഉള്ള ജനറേഷൻ്റെ ഫുഡ് ഹാബിറ്റ്സ് ആയാലും ജീവിതശൈലി ആയാലും വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒബീസിറ്റി ആവാതെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? നമ്മൾ എന്തൊക്കെ പ്രിവെൻഷൻസ് എടുത്താൽ നമുക്ക് ഒബീസിറ്റിയിലേക്ക് പോവാതെ ഇരിക്കാൻ പറ്റും? നമുക്ക് തന്നെ അറിയാം, ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈഫാണ്. അതെ, മനസ്സിലായോ? പലരും കൃത്യസമയത്ത് ഉറങ്ങുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം. അപ്പം നമുക്ക് അവിടെ തൊട്ട് കറക്ഷൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഒന്ന്, കൃത്യസമയത്ത് ഉറങ്ങണം. അതിന് കൃത്യസമയത്ത് രാവിലെ എണീച്ചാൽ മാത്രമേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ആയുർവേദത്തിൽ പലപ്പോഴും പറയുന്നുണ്ട്, സൂര്യൻ ഉദിച്ചതിന് ശേഷം ആരും ഉറങ്ങാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. പലപ്പോഴും നമ്മളെല്ലാവരും ഒരു 8 മണിയാകുമ്പോഴാണ് പലരും എണീക്കുന്നത് തന്നെ. ആ ഒരു ചിട്ട ആ ഒരു രീതി മാറ്റുക. രാവിലെ തന്നെ നേരത്തെ കൂട്ടി എണീക്കുക. അതിനുശേഷം കൃത്യമായിട്ടുള്ളൊരു ദിനചര്യ എന്നുള്ള ഈ രീതിയിൽ യോഗ അല്ലെങ്കിൽ വ്യായാമം, എന്തെങ്കിലും എക്സസൈസുകൾ എന്തെങ്കിലും ഫോളോ ചെയ്യുക. കൃത്യസമയത്തുള്ള ആഹാര രീതിയിൽ മാക്സിമം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങളും ശരീരത്തിന് യോജിച്ചിട്ടുള്ള ആഹാര രീതികൾ നമ്മൾ ഫോളോ ചെയ്യുക. അമിതമായിട്ട് കാപ്സും മറ്റുള്ള ഫാറ്റ് കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ മാനേജ് ചെയ്ത് പോകാം. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഇത് പ്രിവെൻറ്റ് ചെയ്ത് പോകുന്നത് തന്നെയാണ്. അതിന് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് വണ്ണം മാത്രമല്ല, അമിതവണ്ണത്തിന് മാത്രമല്ല, മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും കൃത്യമായിട്ടുള്ളൊരു SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അമിതവണ്ണമായിക്കോട്ടെ, ഏത് ജീവിതശൈലി രോഗമായിക്കോട്ടെ, നമുക്കതിനെ മാറ്റി നിർത്താൻ കഴിയും. താങ്ക് യു ഡോക്ടർ.